കഴുകിയിട്ട് നമുക്കിനി ചെറുപയറിൻ്റെ കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുക്കർ 2 വിസിലടിച്ചിട്ടുണ്ട്. നമ്മളെ ചോറ് റെഡിയായി. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക്. അപ്പോൾ അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിതിന് കുക്കറിൽ വേവാനും. അപ്പോൾ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി നമുക്കിത് വെന്തിട്ട് ഓഫ് ചെയ്യാം. മത്തനൊക്കെ കഴുകി വാരിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡെയിലി എല്ലാവരും ചോദിക്കും ഇതെന്തേ കുക്കറിൽ തന്നെ. അപ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല. എല്ലാ പാത്രത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടെല്ലാം വെക്കാം കേട്ടോ. നമുക്കൊരു 2 വിസിലും കൂടി അടിച്ച് കഴിഞ്ഞാൽ ചേർത്തിട്ട് ഒരു എരിശ്ശേരി പോലെ ആക്കി വെക്കാം. പക്ഷേ ഇതിൽ നമ്മൾ ചെറുപയറാണ് ചേർക്കുന്നത് മാത്രം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചോറ് വെന്ത് വന്നിട്ട് നമുക്ക് കുക്കറും സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് വേണം നമുക്കിനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പയർ ഇതിലേക്ക് ചേർക്കാം. നമുക്കത് കൂടാണ്ട് മത്തനും കൂടി ഇതിലേക്ക് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലേശം ഉപ്പും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറച്ച് കുറഞ്ഞു. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഡക്കൻ നമുക്ക് അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം. ഒരൊറ്റ വിസിൽ. ഇതിലേക്ക് നമുക്ക് ലേശം പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വിസിലടുപ്പിക്കാം. ഇത് മുന്നേ ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ പൊടിച്ച് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഈ നെയ്യ് ചേർക്കാം.